പുഴുവും പൂമ്പാറ്റയും. പണ്ട് ഒരു സുന്ദരമായ പൂന്തോട്ടത്തിൽ നിബിൾസ് എന്ന ചെറിയ പുഴു താമസിച്ചിരുന്നു. നിബിൾസ് ദിവസം മുഴുവൻ ഇലകൾ തിന്നാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അവൻ എപ്പോഴും ആകാശത്ത് ഉയരത്തിൽ പറക്കാൻ സ്വപ്നം കണ്ടു. ഒരു ദിവസം നിബിൾസ് ഒരു ഇലയിൽ വിശ്രമിക്കുമ്പോൾ ബ്രീ എന്നു പേരുള്ള ഒരു മനോഹരമായ ചിത്രശലഭം അവന്റെ അരികിൽ പറന്നു. അവളുടെ വർണ്ണാഭമായ ചിറകുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. "കൊള്ളാം ബ്രീ, എനിക്ക് നിന്നെ പോലെ പറക്കാൻ കഴിഞ്ഞെങ്കിൽ," നിബിൾസ് നെടുവീർപ്പിട്ടു. ബ്രീ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിബിൾസ്, ഞാൻ ഒരിക്കൽ നിന്നെ പോലെയായിരുന്നു, ഇലകൾ തിന്നാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ പുഴു. എന്നാൽ ഒരു ദിവസം ഞാൻ എനിക്ക് ചുറ്റും ഒരു സുഖപ്രദമായ കൊക്കോൺ നിർമ്മിച്ചു. കുറച്ചു സമയത്തിനു ശേഷം ഞാൻ ഒരു ചിത്രശലഭമായി രൂപാന്തരപ്പെട്ടു." നിബിൾസ് അത്ഭുതപ്പെട്ടു. "ഒരു ദിവസം ഞാനും പറക്കുമെന്നാണോ നീ പറയുന്നത്?" "അതെ," ബ്രീ പറഞ്ഞു. "എന്നാൽ നീ ക്ഷമയോടെ കാത്തിരിക്കണം. ആദ്യം നീ വിശ്രമിക്കുകയും നിന്റെ കൂണിനുള്ളിൽ വളരുകയും വേണം. ഇതിന് കുറച്ച് സമയമെടുത്തേക്കാം. അപ്പോൾ നിനക്ക് എന്റേതുപോലെ ചിറകുകൾ ഉണ്ടാകും." ബ്രീയുടെ പ്രോത്സാഹനം ലഭിച്ച നിബിൾസ് ക്ഷമയോടെ കാത്തിരുന്നു. സ്വന്തമായി ഒരു ചെറിയ കൊക്കോൺ പണിത് ദിവസങ്ങളോളം വിശ്രമിച്ചു. താമസിയാതെ അയാൾ എന്തോ അത്ഭുതകരമായി തോന്നി. അവന്റെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. അവൻ കൊക്കോണിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നിബിൾസ് ഒരു പുഴുവായിരുന്നില്ല. അവൻ ശോഭയുള്ള മനോഹരമായ ചിറകുള്ള ഒരു ചിത്രശലഭമായിരുന്നു. നിബിൾസ് ആകാശത്തിലൂടെ ഉയർന്നു. തന്റെ സുഹൃത്ത് ബ്രീയുമായി പറന്നു. അവൻ എപ്പോഴും സ്വപ്നം കണ്ടതുപോലെ. ധാർമ്മികം. ക്ഷമയ്ക്കും സമയത്തിനും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും.